ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു നായകൻ, ഒരു മച്യൂർഡ് ആയിട്ടുള്ള ഒരു നായകനേക്കാളും 3 വയസ്സിന് മൂത്തതാണ് ഈ ഒരു നായിക. സോ അവർ തമ്മിലുള്ള ലവ് സ്റ്റോറിയിലാണ് കൂടുതലും ഈ ഒരു സിനിമ ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നായകന്റെ 3 ലവ് സ്റ്റോറിയെ കുറിച്ചും ഈ ഒരു സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെ 3ാമത്തെ ലവ് സ്റ്റോറിയാണ് ഈ ഒരു സിനിമ ഫോക്കസ് ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറി. സോ ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് മിഥില പാൽക്കറിന്റെ നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. അതുപോലെ ഇമോഷണൽ സീക്വൻസസ് ആണെങ്കിലും ബാക്കി ഒട്ടറ പോകുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ വിഷ്ണു വിശാലിന്റെ ബ്രദർ ആയിട്ടുള്ള രുദ്രയുടെ ആ ഒരു തമിഴ് ഡെബ്യൂട്ടാണ്. അതുപോലെ മിഥില പാൽക്കറിന്റെ തമിഴ് ഡെബ്യൂട്ടാണ് ഈ ഒരു സിനിമ. സോ രുദ്രയുടെ പല ആംഗ്രി ഔട്ട് ബേസ്റ്റ് ആവുന്ന സീക്വൻസ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും അതിലൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ അത് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ വിഷ്ണു വിശാൽ തന്നെയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിഷ്ണു വിശാലായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതിന് കൂടെ തന്നെ മിസ്കിൻ ഈ ഒരു സിനിമയിൽ മിസ്കിനായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. സോ അവരുടെ ആ ഒരു സീക്വൻസസ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. സിനിമയുടെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ റൈറ്റിംഗ് തന്നെയാണ്. അതാണ് ഈ ഒരു സിനിമയുടെ നെഗറ്റീവ്. സോ ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാർ രാംകുമാർ ആണ്. അദ്ദേഹത്തെ കുറേ പേർക്ക് അറിയായിരിക്കും, തമിഴ് സിനിമ നല്ലപോലെ കാണുന്നവർക്ക്. സോ ആ ഒരു മറക്കാൻ പറ്റാത്തൊരു ഫേസ് ആണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.